നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. സമരനായകന്റെ വിയോഗം, VS അച്യുതാനന്ദന്റെ വിയോഗം ഏറെ നമ്മുടെ കേരള ജനതയെ സങ്കടക്കയത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കേരളം കരയുകയാണ്. അവസാനമായി VS അച്യുതാനന്ദന്റെ മുഖമൊന്ന് കാണാൻ ആളുകളുടെ കുത്തൊഴുക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് ആളുകളാണ് VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ അവസാനമായി ഒന്ന് അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. നിരവധി ആളുകളൊക്കെ VS അച്യുതാനന്ദനുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചില ആളുകൾ ചില കുത്തിത്തിരിപ്പിന് വേണ്ടിയുള്ള വാർത്തകളും വാർത്താ നിർബന്ധികളും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ മനോരമയും മറുനാടനും ഒക്കെ വരും. എന്തായാലും MK സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി, VS അച്യുതാനന്ദന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ എഴുതിയ ഒരു കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. ശേഷം നിരവധി സിനിമാ മേഖലയിലും രാഷ്ട്രീയ രംഗത്തും വ്യവസായ രംഗത്തുമുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി പങ്കുവെക്കുകയാണ്. ആദ്യം തന്നെ MK സ്റ്റാലിന്റെ പ്രതികരണം നോക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു വിപ്ലവ പാരമ്പര്യം സഖാവ് VS അച്യുതാനന്ദൻ അവശേഷിപ്പിക്കുന്നു. പ്രിയങ്കരനായ ജനനേതാവും ആജീവനാന്ത കമ്മ്യൂണിസ്റ്റും തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെയും പൊതുസേവനത്തിന്റെയും മൂർത്തിമത് ഭാവമായിരുന്നു മുൻ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം. ഈ വിപ്ലവ സൂര്യന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സഖാക്കൾക്കും കേരള ജനതയ്ക്കും എൻ്റെ ആത്മാർത്ഥമായ അനുശോചനം. എൻ്റെ തമിഴ്നാട് ജനതയുടെ പേരിൽ ബഹുമാനപ്പെട്ട രഘുപതി MLA, ആ മഹാനായ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കും എന്നാണ് MK സ്റ്റാലിൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ നമ്മൾ കണ്ടത്. ഇനി മോഹൻലാൽ VS അച്യുതാനന്ദനെ പറ്റി എഴുതിയ അനുശോചന കുറിപ്പ് കൂടി ഞാനൊന്ന് വായിക്കാം. ജീവിതം തന്നെ സമരമാക്കിയ ജനനായകൻ, പ്രിയപ്പെട്ട സഖാവ് VSന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി തിളങ്ങി നിന്ന ആ മഹത് വ്യക്തിത്വവുമായി എക്കാലത്തും സ്നേഹബന്ധം പുലർത്താനായത് ഭാഗ്യമായി ഞാൻ കാണുന്നു. 3 തവണ പ്രതിപക്ഷ നേതാവായും 1 തവണ മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലപാടുകളിലും ആദർശങ്ങളിലും എക്കാലത്തും ഉറച്ചു നിന്നു. മലയാളികളുടെ മനസ്സിൽ അദ്ദേഹത്തിന് മരണമില്ല എന്നാണ് മോഹൻലാൽ കുറിച്ചത്. ഇനി MA യൂസഫ് അലി പറഞ്ഞ വാക്കുകൾ കൂടി ഞാനൊന്ന് വായിക്കാം. 2017 UAE സന്ദർശിച്ച അവസരത്തിൽ അബുദാബിയിലെ എൻ്റെ വസതിയിൽ അദ്ദേഹം എത്തിയത് ഒരു ഓർമ്മയായി ഇന്നും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ചെയർമാനായിരുന്ന VSനൊപ്പം ഡയറക്ടർ ബോർഡ് അംഗമായി 5 വർഷം എനിക്ക് അടുത്ത് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടും അടുത്തിടപഴകാൻ അവസരമുണ്ടായി. കേരളത്തിന്റെ എൻ്റെ ആദ്യ സംരംഭമായ തൃശൂർ ലുലു കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എത്തിയത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ചെളിയിൽ നിന്നും വിരിഞ്ഞ താമര എന്നായിരുന്നു കൺവെൻഷൻ സെന്ററിനെ അദ്ദേഹം അന്ന് പരാമർശിച്ചത്. ബോൾഗാട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സത്യസന്ധമായ കച്ചവടക്കാരൻ എന്നായിരുന്നു അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞത്. എൻ്റെ സഹോദര തുല്യനായ സഖാവ് VSന്റെ വേർപാട് താങ്ങാനുള്ള കരുത്ത് കുടുംബാംഗങ്ങൾക്കും കേരള സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് യൂസഫ് അലി അദ്ദേഹത്തിന്റെ അനുശോചനമായിട്ട് രേഖപ്പെടുത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി VS അച്യുതാനന്ദന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇട്ട കുറിപ്പ് ഇങ്ങനെയായിരുന്നു. മലയാളികളുടെ സ്വന്തം സമരനായകൻ സഖാവ് VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ എന്ന് ദിലീപ് ഫേസ്ബുക്കിൽ എഴുതി. കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചു, വിപ്ലവ നായകന് VSന് വിട എന്നാണ് പറഞ്ഞത്. യുവനടൻ അപ്പാനി ശരത്ത് അനുശോചനം രേഖപ്പെടുത്തിയതും ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്തയാണ്. ഇങ്ങനെയാണ് അപ്പാനി ശരത്ത് പറഞ്ഞത്. ഒരാൾ ജീവിച്ചു മരിച്ച കാലത്തിനുമപ്പുറം പൊതുസമൂഹത്തിൽ ഓർക്കപ്പെടണമെങ്കിൽ അയാൾ ഉണ്ടാക്കിയ ഓർമ്മകളും ഭാഗമായ ചരിത്രങ്ങളും അത്രയേറെ ആ സമൂഹത്തെ സ്വാധീനിച്ചിരിക്കണം. എന്തിനും കുറ്റം പറയുന്ന മലയാളികൾ കണ്ണേ കരളെ എന്ന് കളങ്കമില്ലാതെ വിളിച്ച് നെഞ്ചോട് ചേർക്കണമെങ്കിൽ അത്രത്തോളം ആ ജനത അദ്ദേഹത്തെ സ്നേഹിച്ചിരിക്കണം, ബഹുമാനിച്ചിരിക്കണം. ഉറപ്പാണ്, വിട പറയുന്നത് ശരീരം മാത്രമാണ്. നിങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തതയുള്ള ആശയങ്ങൾ ഉണ്ടാകും ഇവിടെ. വേദനയും ചോരയും കിനിഞ്ഞ പോരാട്ടങ്ങൾ നിലനിൽക്കും ഇവിടെ, കാറ്റിനും കാലത്തിനും മായ്ക്കാനാവാതെ. കാരണം ഇത് VS ആണ്. പുന്നപ്ര വയലാറിലെ മൂർച്ചയുള്ള വാരിക്കുന്തം, അതിനേക്കാൾ മൂർച്ചയുള്ള നിലപാടിന്റെ നേരർത്ഥം. എന്റെ മകൻ ആരോപിതനാണെങ്കിൽ അവനെ പറ്റിയും അന്വേഷിക്കണം എന്ന് പറയുന്ന ചങ്കൂറ്റം, അരിവാള് മാത്രം തപ്പി വോട്ടിംഗ് മെഷീനിൽ കുത്തുന്ന എന്റെ അടക്കമുള്ള അമ്മമാരുടെ അച്ചുമാമ, ഒരു ജനതയുടെ ഒരേ ഒരു VS, ലാൽസലാം സഖാവെ,
സമരങ്ങളില്ലാതെ ഉറങ്ങുക, ഇനി വിശ്രമം എന്നാണ് പറയുന്നത്. ഇനി വി ഡി സതീശന്റെ ഒരു പ്രതികരണമാണ്. വി ഡി സതീശൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട്. ആ പ്രതികരണത്തിൽ നിലവിൽ ഒരു ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയവും ഒരു അത്തരത്തിലുള്ള ചില കളികളും ഒക്കെ നടത്താൻ വി ഡി സതീശൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും എന്തായാലും വി ഡി സതീശന്റെ പ്രതികരണം കൂടി കാണാം. ഇതിൽ ഏറ്റവും വി ഡി സതീശന്റെ പ്രതികരണം കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഏറ്റവും സങ്കടപ്പെടുത്തിയ ഒരു കാര്യം ഇന്ന് മനോരമയിൽ വന്ന ഒരു വാർത്തയാണ്. മനോരമയിൽ പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന മട്ടിലൊക്കെ ഇന്നൊരു വാർത്തയൊക്കെ ചെയ്യുന്നത് കണ്ടു. എത്രത്തോളം വൃത്തികെട്ട ഒരു മാധ്യമ പ്രവർത്തനമാണ് മനോരമ നടത്തുന്നതെന്ന് തോന്നിപ്പോയി. അതായത് ഇത്തരം ഒരു സന്ദർഭത്തിലാണോ ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ കൊടുക്കേണ്ടത്? വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധം എത്രത്തോളമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രത്തോളം വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയനെ സ്നേഹിച്ചിരുന്നു, പിണറായി വിജയൻ എത്രത്തോളം വി എസിനെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. വി എസ് അച്യുതാനന്ദന്റെ ചേതനയറ്റ ശരീരത്തിന് മുമ്പിൽ വന്ന് മണിക്കൂറുകളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുകയാണ്. അത് കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ മനോരമയ്ക്ക് ഇങ്ങനെ ഒരു കുരു പൊട്ടിയത്. എന്തുമാകട്ടെ, എന്ത് സംഭവമായാലും ഈ രീതിയിലൊന്നും ഒരു വാർത്ത ആരും ഈ സമയത്ത് കൊടുക്കരുത്. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കരുണാകരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മനോരമ കൊടുത്തില്ലല്ലോ. എന്തായാലും മനോരമയോടൊക്കെ വിഷം എന്തായാലും ഇവിടെ കാണാൻ സാധിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും വി ഡി സതീശന്റെ ആ പ്രതികരണം കൂടി ഒന്ന് കാണാം. കേരളം ശ്രീ വി എസ് അച്യുതാനന്ദന് വിട പറയുന്ന സമയമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു പൊതുപ്രവർത്തകന് പ്രായം ഒരിക്കലും പോരാട്ട വീര്യത്തിന് തടസ്സമാകില്ല എന്ന് മുഴുവൻ ആളുകളോടും സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം വിട പറയുന്നത്. കേരളത്തിൽ ദീർഘകാലം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ഒരാളാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷമായിരുന്നു. എപ്പോഴും എല്ലാത്തിനോടും കലഹിക്കേണ്ട കാര്യങ്ങളോടെല്ലാം അദ്ദേഹം കലഹിച്ചുകൊണ്ടിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചകൾ ചെയ്തില്ല, കോംപ്രമൈസ് ചെയ്തില്ല. കേരളത്തിലെ ഭൂമി പ്രശ്നങ്ങളിൽ എല്ലാം അതിശക്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം ഒരു പ്രത്യേക വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ പറ്റാത്ത വഴികളിലൂടെ, അയാളുടെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. പാർട്ടിയുടെ സമ്മർദ്ദത്തിനൊന്നും കീഴടങ്ങാതെ അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തു. അതുകൊണ്ടാണ് വി എസിൻ്റെ യാത്ര കേരളത്തിൽ വ്യത്യസ്തമായി കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2006 മുതൽ 2011 വരെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്കെതിരായി ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളാണ് ഞാൻ. വി എസ് മന്ത്രിസഭയിലെ 8 മന്ത്രിമാർക്കെതിരായി ആരോപണം ഉന്നയിച്ച ഒരാളാണ്. ഏറ്റവും കൂടുതൽ ആ നിയമസഭാ കാലഘട്ടത്തിൽ അടിയന്തര പ്രമേയങ്ങളെല്ലാം ഉന്നയിച്ച ആളാണ്. പക്ഷെ ചില കാര്യങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അതിനനുകൂലമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി അത്താണി ജംഗ്ഷനിൽ 200 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി 5.5 കോടി രൂപയ്ക്ക് അന്നത്തെ സർക്കാർ സാന്റിയാഗോ മാർട്ടിന് കൈമാറിയപ്പോൾ അത് നിയമസഭയിൽ അതിശക്തമായി ഉന്നയിച്ചു. അദ്ദേഹം 24 മണിക്കൂറിന് അതിനകത്ത് നടപടിയെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ആരോപണം ഉന്നയിച്ച എൻ്റെ കയ്യിൽ നിന്ന് മുഴുവൻ രേഖകളും വാങ്ങിച്ചു. അദ്ദേഹം അന്നത്തെ ജില്ലാ കളക്ടറോട്, റവന്യൂ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ജില്ലാ കളക്ടറോട് ആ ഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ ആ ഭൂമി, നഷ്ടപ്പെട്ടു പോയ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുത്തു. അവിടെ കുറേ ഭൂമി അവിടെ അഗ്രോ മിഷണറി കോർപ്പറേഷനും ബാക്കി ജുഡീഷ്യൽ അക്കാഡമി നടക്കുകയാണ്. സർക്കാരിൻ്റെ കൈവശമാണ് ആ ഭൂമി. 5.5 കോടി രൂപയ്ക്ക് കൊടുത്താണ് 200 കോടി രൂപയുടെ ഭൂമി. അദ്ദേഹം ഇടപെട്ടു. അതുപോലെ ലോട്ടറി വിവാദം, ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തെ കൊള്ളയടിക്കുന്നു എന്നുള്ള വിവാദം ഉയർത്തിയപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ ആ പ്രതിപക്ഷ ആരോപണങ്ങൾക്കുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേകമായൊരു ഘട്ടത്തിൽ അതിനെ എൻഡോസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു 80,000 കോടി രൂപ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷം 20,000 കോടി രൂപ എന്ന്. മാത്രമല്ല ആ ഒരു ഡിബേറ്റ് ഒരുപക്ഷെ കേരളത്തിൽ നടന്ന, നമുക്ക് ഓർക്കുമ്പോൾ ഒരു ചാരിതാർത്ഥ്യം തോന്നുന്നൊരു വലിയ ഡിബേറ്റായിരുന്നു ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിനൊരു ഗുണപരമായ ഒരു അന്ത്യം ഉണ്ടായി. ആ ഡിബേറ്റ്, സാധാരണ പൊളിറ്റിക്സിൽ നടക്കുന്ന സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ഒന്നും അല്ലാതെ അവസാനിക്കുന്നതാണ് സാധാരണ പതിവ്. ആ ഇതര സംസ്ഥാന ലോട്ടറികളെ സംബന്ധിച്ച ആ ഡിബേറ്റിന് ഒരു നല്ല അന്ത്യമുണ്ടായി. ആ ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിരോധിക്കപ്പെട്ടു. അത് ഞങ്ങൾ ഉയർത്തിയ ഒരു വാദം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്
അദ്ദേഹം അത് നിരോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് പോയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ടാവും. അദ്ദേഹത്തിനോട് വിയോജിപ്പ് തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ എല്ലാ പരിധിയും വിട്ട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചില നിലപാടുകളും ചില കാര്യങ്ങളും പൊതുവായ പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം മൂന്നാറിലെ നടപടികൾ നിർത്തിവെച്ച് കുറേ ആളുകൾക്ക് കീഴടങ്ങിയ ഘട്ടമുണ്ടായിരുന്നു. മൂന്നാറിലെ നടപടികൾ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. നിയമപരമായ നടപടികൾക്ക് അപ്പുറം പോയി അതെല്ലാം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തവരാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ അദ്ദേഹം എന്തായാലും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായി അദ്ദേഹത്തെ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് എല്ലാ ഓർമ്മകൾക്ക് മുന്നിൽ എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു.